ഗെയ്സ് നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ ഇന്ത്യൻ ബൈക്കിലോട്ടാണെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ മോഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ബസ്സും അതേപോലെ തന്നെ ആനയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ എടുക്കാമെന്ന് പോയി നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ വീഡിയോ ലൈക്ക് അടിച്ചിട്ടേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ രോഹിത് ഗെയിമിംഗ് സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു നീല കളർ സാധനമല്ലേ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫുൾ പേജിലോട്ട് പോകും ഗെയ്സ്. അവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ IMBD 3D എന്ന് പറഞ്ഞ പ്ലഗിൻ എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി പറയണേ, വീഡിയോ ലൈക്ക് അടിക്കാത്തൊരു വേറെ ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് അടിക്കണം കേട്ടോ. പവറേ. അപ്പോൾ വെഹിക്കിൾസിൻ്റെ അവിടെ ആനിമൽസിൻ്റെ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എലിഫൻറ്റ് ഉണ്ടാവും. അതായത് ചീറ്റ് കോഡ് ആറാമത്തെ ചീറ്റ് കോഡ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എലിഫൻറ്റിനെ കിട്ടും കേസ്. അപ്പം നമുക്ക് എന്തായാലും അത് സെലക്ട് അടിച്ചിട്ട് നമുക്ക് നേരെ നമ്മുടെ ഇന്ത്യൻ ബൈക്കാണ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ കേസ് ഇന്ത്യൻ ബൈക്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്ലഗ് ഇൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ കൊണ്ടുപോയിട്ടാണെന്നുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാൾ എന്ന് കൊടുക്കുക. അപ്പോഴാണെന്നുണ്ടെങ്കിൽ പ്ലീസ് വെയിറ്റ് എന്ന് കാണിക്കും. അതായത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. ഇനിയിപ്പോൾ അങ്ങനെ വർക്ക് ആവണില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു സംഭവം പറയാം. അതായത് നമ്മൾ നോർമലായിട്ട് നമ്മളൊരു മോഡ് ആഡ് ആക്കൂലേ, അതേപോലെ തന്നെ അതായത് ഈ സാധനം കോപ്പി ആയിട്ടുണ്ടാവും. അതാണെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് എടുത്ത് നോക്കാം. ചിലപ്പോൾ ഫയലിൽ ഓർഡറെന്ന് കാണിക്കുന്നുണ്ടാവും. ചിലപ്പോൾ സെറ്റാവും. ഇത് സെറ്റാവും, എല്ലാവർക്കും ഏകദേശം സെറ്റാവുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളാണെന്നുണ്ടെങ്കിൽ ബസ് എങ്ങനെ എടുക്കാനാണ് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ബസ് മേടിക്കാൻ പോയിട്ട്. അപ്പോൾ നമ്മുടെ ബസ് ഇതേ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബസ്സിൻ്റെ ചീറ്റ് കോഡ് എത്ര നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5599 ആണ്. 55ഉം 99ഉം അതായത് 55 90 അപ്പോൾ അതാണ് നമ്മുടെ ബസ്സിൻ്റെ ചീറ്റ് കോഡ്. അതായത് ഇത് ബസ്സിന് മോഡൊന്നും ആഡാക്കല്ല, നമ്മൾ ജസ്റ്റ് ചീറ്റ് കോഡ് അടിച്ചാൽ വർക്കാവുന്നതാണ്. അതായത് നോർമലായിട്ട് ഓൾറെഡി ആഡ് ചെയ്ത ഫയലാണ് നമ്മുടെ ഗെയിമിലോട്ട്. അപ്ഡേറ്റിന് ശേഷം വന്ന വണ്ടിയാണ്. എൻ്റെ പൊന്നു കേസ് ബസ്സിൻ്റെ കാര്യമൊന്നും പറയില്ല. അതായത് ഒരു സ്മൂത്ത്നെസ് ഉണ്ട്. അതായത് ഒരു ഇലക്ട്രിക് വണ്ടിയിൽ അല്ലെങ്കിൽ ഇലക്ട്രിക് ബസ്സിലൊക്കെ കയറിയ പോലെ കണ്ടോ, ബ്രേക്കൊക്കെ പിടിച്ചൊരു ഇതുണ്ട്, ഒരു സുഖമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്രേക്കൊക്കെ പിടിച്ചുമ്പോൾ അപ്പുറത്തെ കണ്ടത്തൊക്കെ അങ്ങോട്ട് കയറി പോകും. അപ്പോൾ നമ്മുടെ ഇവരെ ഫുള്ള് ഓവർടേക്ക് ചെയ്തിട്ട്, അതായത് നമ്മുടെ ഒരു പ്രൈവറ്റ് ബസ് അല്ലെങ്കിൽ ഒരു KSRTC ബസ്സിലെ തനി സ്വഭാവം കാട്ടുകയാണ് നമ്മൾ. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോകാൻ കേസ്. അപ്പോൾ ഇതിൽ കുറച്ചുകൂടി മോഡ് ആഡ് ചെയ്യണമെന്നൊക്കെ പറയാൻ തോന്നുന്നുണ്ട് ഇതിൻ്റെ ഓണേഴ്സിനോട്. പക്ഷേ ഓൾക്ക് ഹിന്ദിയുള്ള അറിയാം, അതൊരു പ്രശ്നമല്ല. അതേപോലെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടെങ്കിലും നോക്കിക്കോളും. പക്ഷേ ഇത്രയും ചെറിയ ഗെയിമിൽ അത് ഓരോ മോഡുകളൊക്കെ ഇതിനെക്കുറിച്ച് ആഡ് ചെയ്തതിനെക്കുറിച്ച് പണിയാവും. അതായത് ഫസ്റ്റ് പേഴ്സണൊക്കെ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് ഈ ബസ്സിൻ്റെ ഇതിൽ ഫസ്റ്റ് പേഴ്സൺ, അതായത് ആ ക്ലാസ്സിൽ കൂടെ ഒക്കെ ഉള്ളൊരു വ്യൂ, അതൊരു നോക്കി ഒരു രസം ഉണ്ടാവും. അശോകിൽ അതിൻ്റെ മറ്റേ സ്റ്റിയറിംഗ് ഒക്കെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാവും കേസ്. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം. ഈ ബസ്സാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തിട്ടേ, അതായത് ഈ ബസ് എടുത്തിട്ട് നമുക്ക് ഇവിടെ നിർത്താം. അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാം. ട്രെയിനിൻ്റെ ഒപ്പം ഇട്ടിട്ട് സെൻറ്ററിലിട്ടിട്ട് ബസ്സിന് ഇടിച്ചിട്ട് ബസ്സിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് നോക്കാം. നമ്മളെന്തായാലും ബസ്സിൻ്റെ ഗിയറൊക്കെ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗിയറല്ല, ആക്സിലേറ്റർ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, എൻജിൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം അങ്ങോട്ട് റഷ് ചെയ്ത് കയറാൻ കഴിച്ചു. മിക്കവാറും ഇത് എന്തേലും ഒന്ന് സംഭവിക്കും കഴിച്ചു. നമ്മളിട്ട് ബസ് മറിയുമോ നോക്കുക കേസ്. ബസ്സിനൊന്നും പറ്റില്ലല്ലോ. ഫിസിക്സിൻ്റെ കുറവ് ഇവിടെ നല്ല കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് ബസ്സിനെ വെട്ടിച്ചിട്ട് അതിന് മുമ്പ് കയറിയിട്ട് അങ്ങനെ ഇടിച്ചിടാൻ പറ്റുമോ നോക്കാം. എന്തായാലും ട്രെയിൻ നല്ല സ്പീഡാണ് കേസ്, നോക്കിയിട്ട് കാര്യമില്ല. എജാതി സ്പീഡാണ് ഈ വണ്ടി. എൻ്റെ പൊന്നു കേസ്. നമ്മുടെ എയറിൽ കൂടെ ഒക്കെ അങ്ങ് പറക്കാണ് കേസ്. ഇതിൽ പാസഞ്ചേഴ്സ് ഇല്ലാത്ത ഭാഗ്യം, അല്ലാന്നുണ്ടെങ്കിൽ പോക്കറ്റിനെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു. അയ്യോ, ടയർ പണിയായി കേസ്. നമ്മൾ ടയർ പണി കിട്ടി കേസ്. അപ്പോൾ നമ്മുടെ എലിഫൻറ്റിൻ്റെ മോഡില്ലേ, ആനയുടെ മോഡ് വർക്കാവത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 6 അടിച്ച് കഴിഞ്ഞാൽ വരുന്നത് നമ്മുടെ ഡ്രാഗൻ്റെ മോഡാണ്. അതായത് നമ്മൾ മുമ്പ് വീഡിയോ ഇട്ട ഡ്രാഗൻ്റെ മോഡാണ്. അപ്പോൾ അതാണ് ഞാൻ കുറേ ദിവസമായിട്ട് നിങ്ങളോട്, അതായത് മോഡ് ഇറങ്ങിയിട്ട് 2 ദിവസം എന്തോ കഴിഞ്ഞു തോന്നുന്നു. പക്ഷെ നിങ്ങളോട് പറയാനും, അതായത് ഞാൻ അതിൻ്റെ ഒരു ഇതിലായിരുന്നു. പക്ഷെ അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്കാവും. വേറെ വലിയ പണിയൊന്നുമില്ല. എന്ത് ചോദിച്ചിട്ടാ, ചിലപ്പോൾ ഒന്ന് ഗെയിം അൺഇൻസ്റ്റാൾ ചെയ്തിട്ടൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ മോഡോട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ എലിഫൻറ്റ് മോഡ് വർക്കാവുന്നതാവും. എനിക്ക് വർക്കാവുന്നില്ല 6 അടിച്ചിട്ട്, അതാണ് പ്രശ്നം. ആഡായിട്ടുണ്ട് എന്തായാലും.